ബഹുമാനപ്പെട്ട മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ്റെ സ്വർഗയാത്രയിൽ നമ്മൾ അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകുകയാണ്. വളരെ അഭിമാനപൂർവ്വം നമുക്ക് അദ്ദേഹത്തെ അയക്കാം. കാരണം അദ്ദേഹം എല്ലാ അർത്ഥത്തിലും നല്ല ഒരു ശിഷ്യനായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ. അദ്ദേഹം രചിച്ച ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെ സാഹിത്യപരമായ സംഭാവനകളുമെല്ലാം നമ്മൾ ഒത്തിരി ഓർക്കാറുണ്ട്. പക്ഷേ അതിലൊക്കെ മഹോന്നതമായൊരു കാര്യം, ഈശോ ഏകരക്ഷകനായിരുന്നു എന്ന് സധൈര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വൈദികനാണ് അദ്ദേഹം. പലപ്പോഴും അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴൊക്കെ ഏകരക്ഷകനായ മിശിഹായെ പ്രഘോഷിക്കാൻ ചിലപ്പോഴെങ്കിലും നമ്മൾ വീഴ്ച വരുത്തുന്നതിൽ വലിയ ദുഃഖമുള്ള വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ധ്യാനങ്ങളും പ്രഭാഷണങ്ങളും എല്ലാം ആ രീതിയിൽ ഈശോ നൽകിയ രക്ഷയെക്കുറിച്ചുള്ള അഗാധമായ ബോധ്യത്തോടു കൂടിയായിരുന്നു. അദ്ദേഹം അവസാനമായിട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകം അത് തരാനായിട്ട് ഏതാണ്ട് 1-2 ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം എന്നെ സന്ദർശിച്ചത് ഞാൻ ഓർക്കുന്നു. ആ പുസ്തകവും ഈശോയുടെ രക്ഷ, കുരിശിലൂടെയുള്ള രക്ഷ എങ്ങനെയാണ് അവിടുന്ന് സാധിച്ചതെന്ന് വളരെ ലളിതമായി ചോദ്യോത്തരങ്ങളിലൂടെ സാധാരണ ജനങ്ങളെ പഠിപ്പിക്കാനുള്ള പരിശ്രമമായിരുന്നു. ആ രീതിയിലെല്ലാം നമുക്ക് വലിയ ഒരു മാതൃകയും പ്രചോദനവുമാണ് മൈക്കിൾ അച്ഛൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രമാക്കിയുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഈ രോഗം നിർണയിക്കുന്നതുമെല്ലാം. പക്ഷെ എത്ര ചൈതന്യത്തോടെയാണ് അദ്ദേഹം അതെല്ലാം സ്വീകരിച്ചതെന്നുള്ളത് നമുക്കൊരു വലിയ നല്ലൊരു മാതൃകയാണ്. അവിടെ ആയിരുന്നപ്പോഴും എപ്പോഴും അദ്ദേഹം സേവന സന്നദ്ധനായിരുന്നു. ഏതെല്ലാം പള്ളികളിൽ ശുശ്രൂഷ ചെയ്യാൻ പോകണമെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായിരുന്നു എന്നുള്ളതെല്ലാം ഒത്തിരി നന്ദിയോടുകൂടി ഓർക്കുകയാണ്. വിശുദ്ധനായ ഒരു വൈദികനെ നമ്മൾ യാത്രയാക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തോടും പ്രാർത്ഥിക്കാം. അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ വേദനിക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരിമാർ, സിസ്റ്റേഴ്സിനോട്, സഹോദരങ്ങളോട്, അവരുടെ കുടുംബാംഗങ്ങളോട്, അതോടൊപ്പം ഈ പ്രോവിൻസിലെയും നമ്മൾ വിൻസെൻഷൻ സഭയിലെയും എല്ലാ അംഗങ്ങളോടുമുള്ള അനുശോചനവും പ്രാർത്ഥനയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഫാദർ റോയി കണ്ണഞ്ചിറ നമ്മുടെ കൂടെയുണ്ട്. അച്ഛനും ഒരു നല്ല ഗായകനാണ്. മൈക്കിൾ അച്ഛനായിട്ടുള്ള ഓർമ്മകൾ ഇപ്പോൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട മൈക്കിൾ അച്ഛൻ്റെ വേർപാട് ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ വേർപാട് പോലെ വളരെയേറെ എൻ്റെ ഹൃദയത്തെ സ്വാധീനിക്കുന്നതും സ്പർശിക്കുന്നതുമായ ഒരനുഭവമാണ്. ഞങ്ങൾ വൈദികരെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയുന്നത് എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരു സന്ദേശമാണ്. മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ചാൽ ജീവൻ മുമ്പിൽ കണ്ടുകൊണ്ട് മരിക്കാം എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ നിത്യജീവൻ മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിച്ചു മരിച്ച ഒരു ധന്യനായ സമർപ്പിത വൈദികനാണ് വിൻസെൻഷൻ സഭാംഗമായ നമ്മുടെ പ്രിയപ്പെട്ട മൈക്കിൾ പനച്ചിക്കലച്ചൻ. ഞാൻ അദ്ദേഹവുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകിയിരിക്കുന്നത് എൻ്റെ ഇരട്ട സഹോദരനും ഞാനും കൂടി നമ്മുടെ ഗുഡ്നസ് ടിവിയിൽ തന്നെ 200-നടുത്ത് എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്ത സ്നേഹം സഹനം സന്യാസം എന്ന സമർപ്പിത ജീവിതക്കാരുടെ സംഗമവേദിയിൽ മൈക്കിൾ അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴാണ്. അങ്ങനെ 2 എപ്പിസോഡുകളായിട്ട് ഞങ്ങൾ അത് ഗുഡ്നസ് ടി വി സംപ്രേഷണം ചെയ്ത ആ ഒരു എപ്പിസോഡ് ഇൻ്റർവ്യൂവിലാണ് യഥാർത്ഥത്തിൽ മൈക്കിൾ അച്ഛൻ്റെ ജീവിതത്തെ പറ്റി വിശാലമായിട്ട് അദ്ദേഹം തുറന്നു പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ സന്യാസ സർഗാത്മകത എന്ന ഒരു ഗിഫ്റ്റാണ്, ഒരു ദാനമാണ്. അത് എല്ലാ സന്യാസ വൈദികർക്കും അല്ലെങ്കിൽ സന്യാസ ജീവിതം സ്വീകരിക്കുന്നവർക്കും ലഭിക്കുന്നതല്ല. പക്ഷേ അത് ജന്മനാ ലഭിക്കുന്നതാണെങ്കിലും അതിനെ ആത്മീയമായി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ ആ ദൈവകൃപയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ സർഗവാസനകളെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ അത് ഒരു നിത്യത കൈവരിക്കുകയാണ്. അദ്ദേഹത്തിന് ആ ഒരു വിളി ആദ്യം തന്നെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ തന്നെ നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ പറ്റിയുള്ള ആ ധ്യാനം തന്നെയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ആദ്യമായി ആ ഒരു ഗാനത്തിലൂടെ ഈ ഒരു സർഗാത്മക രചനയിലേക്ക്, ഗാനരചനയിലേക്ക്, ഭക്തിഗാന രചനയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്.
അതിനു മുമ്പും അതിനുശേഷവുമൊക്കെ അദ്ദേഹം വിവിധങ്ങളായ ഈ ലിറിക്കൽ ക്രിയേറ്റിവിറ്റി, ഈ രചനാപരമായ ആ ഒരു പുതുമ, അത് അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയായിരുന്നു നമ്മുടെ മുമ്പിൽ. ഞാൻ ദീപികയിലാണ് വർക്ക് ചെയ്യുന്നത്, 24 വർഷമായി. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ തുടക്കം മുതൽ പരിചയമുണ്ട്. 2009-10 കാലഘട്ടങ്ങളിൽ കന്മഴ പെയ്യും മുമ്പേ എന്നുള്ള അദ്ദേഹത്തിൻ്റെ സിനിമ പുറത്തിറങ്ങുന്ന സമയത്ത് അദ്ദേഹം അഭിമുഖീകരിച്ച ഒരു ഈ ക്രിയേറ്റീവ് ഇൻസെക്യൂരിറ്റി എന്ന് ഞാൻ പറയും. അതായത് ഈ ക്രിയേറ്റിവിറ്റി ഉള്ളവർ ഫേസ് ചെയ്യുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. ആ സർഗാത്മകമായ ഒരു പ്രകാശനത്തിൻ്റെ സമയത്ത് ഇത് സൃഷ്ടിച്ചവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പരിസരത്ത് ആരും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാ സൃഷ്ടികളുടെയും പരിസരത്തൊരു എല്ലാ സൃഷ്ടികൾക്കുമുണ്ട് അത്തരത്തിലുള്ള ഒരു ഒറ്റപ്പെടൽ. അത് അദ്ദേഹവും അനുഭവിച്ചിരുന്നു. ഈ കന്മഴ പെയ്യും മുമ്പേ എന്നതിൻ്റെ ആ ഒരു നിർമ്മാണവും രചനയും അതിനോടനുബന്ധമായി അദ്ദേഹം അഭിമുഖീകരിച്ച നിരവധി സംഘർഷങ്ങളും ഞങ്ങൾ വ്യക്തിപരമായി അടുത്ത് ഇടപഴകിയാണ്. ഞാൻ വളരെയേറെ ഇളയ ഒരു അനുജനാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും എൻ്റെ കൊച്ചേട്ടൻ്റെ കത്തുകളും എഴുത്തുകളും എൻ്റെ പാട്ടുകളുമൊക്കെ അദ്ദേഹം വളരെ ശ്രദ്ധയോടെ വായിക്കുകയും തിരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് തമ്മിൽ ഒരു വലിയ ആത്മബന്ധമുണ്ടായിരുന്നു. ഒപ്പം ഞാൻ CMI മൂവാറ്റുപുഴ പ്രൊവിൻസുകാരനാണ്. അപ്പം മൂവാറ്റുപുഴ പ്രൊവിൻസിലെ ആൻ്റണി ഉരുളിയാനിക്കലച്ചൻ അദ്ദേഹത്തിൻ്റെ 20ഓളം പാട്ടുകൾ മ്യൂസിക് കൊടുത്തയാളാണ്. തൃക്കൈകളിൽ, പൂജ്യപാദങ്ങളിൽ ഉൾപ്പെടെയുള്ള വളരെ വിഖ്യാതമായ ഗാനങ്ങൾ ഉരുളിയാനിക്കലച്ചൻ്റെ ഈണത്തിൽ വന്നതാണ്. ഇപ്പം അദ്ദേഹം എഴുതിയതിൽ ഏറ്റവും അവസാന ഭാഗത്ത് എഴുതിയ മരണത്തെപ്പറ്റി എഴുതിയൊരു സുദീർഘമായൊരു കവിത, അതും ഉരുളിയാനിക്കലച്ചനാണ് ഈണം കൊടുത്തത്. ഞങ്ങൾ ഒരുമിച്ച് പനിച്ചിക്കലച്ചൻ്റെ ആ സൗഹൃദ വലയത്തിൽ വളരെ അർത്ഥപൂർണമായ നിമിഷങ്ങൾ പങ്കിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ നമ്മളോട് യാത്ര പറയുമ്പോൾ ഈ നിത്യജീവനിലേക്കാണ് അദ്ദേഹം പോകുന്നതെങ്കിലും ഈ ലോകത്തിൽ മരണമില്ലാത്ത നിർമ്മിതികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ ഈ ഡ്രസ്സ് അത് നമ്മുടെ അഡ്രസ്സാണല്ലോ. ഇപ്പം ഞാനീ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, അതൊരു പുരോഹിതൻ്റെ ഡ്രസ്സാണ്. ഞാനൊരു പുരോഹിതൻ എന്നുള്ളതാണ് എൻ്റെ അഡ്രസ്സ്. അങ്ങനെ വിൻസെൻഷ്യൻ സഭയ്ക്ക് വിലാസം നൽകിയ പ്രമുഖ വൈദികർ ധാരാളം പേരുണ്ട്. അതിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു വിലാസമാണ്, ഒരു അഡ്രസ്സാണ് യഥാർത്ഥത്തിൽ മൈക്കിൾ പനച്ചിക്കലച്ചൻ. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, പ്രത്യേകിച്ച് ഈ സുവിശേഷം മുഴുവൻ ഓഡിയോ ബൈബിളായി പുറത്തിറക്കുന്നതിന് വേണ്ടി അദ്ദേഹം എടുത്ത മഹാത്യാഗങ്ങളുണ്ട് എന്ന് ജോഷി മയ്യാറ്റിലച്ചൻ്റെ റിഫ്ലക്ഷൻ ഞാൻ കേട്ടു. അപ്പോൾ അതൊക്കെ ഒരു റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. ഈ സർഗാത്മകത ഉള്ളിലുള്ള ആൾക്ക് ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ, അത് പ്രകാശനം ചെയ്യാനുള്ള വെല്ലുവിളിയാണ്, എപ്പോഴും ചലഞ്ചാണല്ലോ. അപ്പോൾ ആ ചലഞ്ചിൻ്റെ സമയത്ത് തമ്പുരാൻ്റെ കയ്യിൽ മുറുകെ പിടിക്കുക എന്നാണ് ഒരു സന്യാസ വൈദികൻ്റെ യഥാർത്ഥ മാതൃക. അത് അദ്ദേഹം നമുക്ക് നല്ല മാതൃകയായിട്ട് തന്നെ കാണിച്ചു തന്നു. അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് നൽകിയ പ്രചോദനങ്ങളുടെ വഴിയെ തന്നെ അദ്ദേഹം നടന്നു. അതിലൂടെ അനേകരെ നടത്തി. അങ്ങനെ നടന്നവർക്കും അതൊരു നിർവൃതിയുടെ അനുഭവമായിരുന്നു ഈ ഒരു ആത്മീയ ജീവിതം, ക്രിസ്തുവിലുള്ള വിശ്വാസ ജീവിതം അർത്ഥമുള്ള ഒരു വിശ്വാസ ജീവിതമാണ് എന്ന് അദ്ദേഹം തൻ്റെ സന്യാസ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് തന്നെ വിൻസെൻഷ്യൻ സന്യാസ സഭയ്ക്ക് മാത്രമല്ല, കേരള കത്തോലിക്ക സഭയ്ക്കും കേരള സമൂഹത്തിനും, ഒപ്പം കേരളത്തിൻ്റെ സർഗാത്മക ലോകത്തും എഴുത്തിൻ്റെ ലോകത്തിലും വിവിധ കലാരൂപങ്ങളുടെ ലോകത്തിലുമെല്ലാം അദ്ദേഹം ഈ സന്യാസ ജീവിതത്തിൻ്റെ കൃപകൾ കൊണ്ട് തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ വലിയ ശ്രേഷ്ഠത. അതുകൊണ്ട് മൈക്കിൾ പനച്ചിക്കലച്ചൻ അദ്ദേഹം നമ്മളോട് യാത്ര പറയുമ്പോൾ അദ്ദേഹം തീർത്ത നിത്യതയുടെ ആ നിമിഷങ്ങൾ, അത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിന് ഒരു ദിശാബോധം നൽകുന്നതാണ്. നമുക്കും അദ്ദേഹത്തെ പോലെ തന്നെ ഈ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാം. അപ്പോൾ നമുക്ക് നിത്യജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മരിക്കാനുള്ള അനുഗ്രഹം ലഭിക്കും. തീർച്ചയായും അദ്ദേഹം നമ്മളെയും ഈശോയിലേക്ക്, ഈശോ നൽകിയ നിത്യജീവനിലേക്ക് പ്രചോദിപ്പിക്കട്ടെ. ഈ ഒരു ജീവിതം നമുക്ക് വലിയൊരു വഴിവിളക്കായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ മൈക്കിൾ അച്ഛൻ്റെ ജീവിതം എപ്പോഴും നിത്യതയെ ലക്ഷ്യമാക്കിയായിരുന്നു. അതുപോലെ തന്നെ മുന്നോട്ട് പോകുവാൻ, പ്രതിസന്ധികളിൽ ദൈവത്തിന്റെ കരം പിടിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. മൈക്കിൾ അച്ഛനായിട്ട് ഒത്തിരിയേറെ ആത്മബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണല്ലോ അങ്ങ്. അപ്പോൾ അച്ഛനായിട്ടുള്ള ആ ഒരു അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കാമോ? എനിക്ക് തോന്നുന്നു മൈക്കിൾ അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ അച്ഛനെ അങ്ങോട്ട് പോയി ഗ്രീറ്റ് ചെയ്യേണ്ട, നമ്മൾ എവിടെയെങ്കിലും കണ്ടാൽ അച്ഛൻ ഇങ്ങോട്ട് വന്ന് സുസ്മേര വദനനായിട്ട് ഗ്രീറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം അച്ഛനുണ്ട്. അതുകൊണ്ട്
നമ്മിലേക്ക് എത്തിപ്പെടാനായിട്ട് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള വലിയ കഴിവ് അച്ഛനുണ്ടായി. പിന്നെ ഈ പറയുന്ന പോലെ 700-ലധികം ഗാനങ്ങൾ ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താനാവുന്നെങ്കിൽ അതെല്ലാം വളരെ മനുഷ്യഹൃദയങ്ങൾ ടച്ച് ചെയ്യുന്നതാണ്. അത് വലിയൊരു കാര്യമാണ്. പാലാ രൂപതയുടെ അന്തീനാട് ഇടവാംഗമാണ് അദ്ദേഹം എന്നുള്ളത് പാലാ രൂപതയ്ക്ക് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ളൊരു അഭിമാനം നൽകുന്നു. മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഈശോ മിശിഹായി എത്തിക്കുവാൻ അദ്ദേഹത്തിൻ്റെ തൂലിക, അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ വളരെ സഹായിച്ചു എന്നുള്ളത് വലിയ സ്നേഹത്തോടെ ഓർക്കുകയാണ്. 77 വയസ്സായെങ്കിലും തീർച്ചയായിട്ടും മനുഷ്യ ജീവിതത്തിൽ അത് വലിയൊരു വയസ്സ് അല്ല എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ നല്ല ഒരു കുടുംബത്തിൽ നിന്ന്, അന്തീനാട് ഇടവകയിലെ ഒരു കുടുംബത്തിൽ അദ്ദേഹം ജനിച്ചു വളർന്ന് അദ്ദേഹവും 4 സഹോദരിമാരും 10 മക്കളിൽ 5 പേര് സമർപ്പിത വിളി സ്വീകരിച്ച നല്ല ഒരു കുടുംബമാണ്. അതിലുപരി അച്ഛൻ നല്ലൊരു വ്യക്തിത്വമാണ്. നല്ലൊരു ജന്മവും നല്ലൊരു ജീവിതവും അദ്ദേഹത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ വിയോഗം ഒരു വലിയ നഷ്ടമാണ്. അത് പാലാ രൂപത ദുഃഖത്തോടു കൂടി ആ നഷ്ടം ഓർക്കുമ്പോൾ അച്ഛന് ദൈവത്തിന്റെ സന്നിധിയിൽ ഇപ്പോൾ ആയിരിക്കുന്നതിൽ കൂടുതൽ ശക്തിയോടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയാണ് നമുക്കുള്ളത്. നമുക്ക് ഇപ്പോൾ സ്ഥലത്തില്ലാത്ത പാലാ രൂപതയുടെ അധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട കല്ലറിങ്ങാട്ട് പിതാവിന്റെ പേരിൽ കൂടി ഞങ്ങൾ അനുശോചനവും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുകയാണ്. വൈദിക സമൂഹത്തിന്റെയും സന്യസ്തരുടെ ഒക്കെ വലിയ സാന്നിധ്യം രൂപതയിൽ ഇവിടെയുണ്ട്. അവരുടെ എല്ലാം പേരിൽ പ്രത്യേകമായിട്ട് രൂപതയുടെ പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും ഒരിക്കൽ കൂടി നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. തടത്തിലച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ആളുകളിലേക്ക് ഒത്തിരിയേറെ ഇറങ്ങിച്ചെന്ന് അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒത്തിരിയേറെ വരികൾ രചിച്ച ഒരു വ്യക്തിയാണ് മൈക്കിളച്ഛൻ. മൈക്കിളച്ഛന്റെ ആത്മാവിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. മൈക്കിളച്ഛന്റെ മേലെ മാനത്തെ ഈശോയെ എന്ന് പറയുന്ന പാട്ടുകൾ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ശ്രീ ജിനോ കുന്നുംപുറമാണ് നമ്മളോടൊപ്പം ഉള്ളത്. അച്ഛനുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാവോ? ഈശ്വരശേഖി സ്തുതി അറിയട്ടെ. പ്രിയമുള്ളവരെ, 25 വർഷമായിട്ട് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ക്രിസ്തീയ വ്യക്തിയുടെ രംഗത്ത് സജീവമായി നിൽക്കാൻ ദൈവം എന്നെ അനുവദിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട കാരണമായി കാണുന്നത് നമ്മളുടെ നിരവധി വൈദിക ശ്രേഷ്ഠന്മാരുമായി ചേർന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഏകദേശം 125ഓളം വൈദികന്മാരുമായിട്ട് ഗാനരചയിതാവുമായിട്ട് ഞാൻ ഈ 25 വർഷക്കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എടുത്തു പറയേണ്ട വ്യക്തിയാണ് ഫാദർ മൈക്കിൾ പനച്ചിക്കലച്ഛൻ. അച്ഛന് 20 വർഷവുമായിട്ടുള്ള സ്നേഹബന്ധമുള്ളതാണ്. 2004 അച്ഛനുമായി കൂടിച്ചേർന്ന ആദ്യമായി പുറത്തിറക്കിയ ആൽബമാണ് ദിവ്യസമ്മാനം. ദിവ്യസമ്മാനത്തിലെ എനിക്കായി എൻ്റെ ദൈവം ഏകജാതന നൽകിയ പാട്ട് കേൾക്കാത്ത ക്രിസ്ത്യാനികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മളുടെ ദുഃഖവെള്ളിയാഴ്ച ആ സമയങ്ങളിൽ ലോകമെമ്പാടും എല്ലാ സ്ഥലങ്ങളിലും പാടുന്നൊരു ഗാനമാണ്. അതിനുശേഷം അച്ഛനുമായി ചേർന്നുകൊണ്ട് 10ഓളം ഗാനങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അച്ഛനെക്കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോഴും കണ്ണു നിറഞ്ഞ് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ ചെറിയ ചെറിയ കുറവുകൾ പോലും അച്ഛനത് വിഷമം ഉണ്ടാക്കിയാൽ പോലും അച്ഛനത് നമുക്ക് വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വളരെ സംയമനത്തോടു കൂടി വഴക്കുകൾ വളരെ ലഘൂകരിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ സംസാരിക്കുന്ന അച്ഛനാണ്. ഇന്ന് വരെ ചിരിച്ചല്ലാതെ സംസാരിക്കുന്നത് ഒരിക്കലും ഒരു സ്ഥലത്തും കണ്ടിട്ടുള്ളതല്ല. അപ്പം അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. പിന്നീട് 2014 മലയാളത്തിന് അഭിമാനമായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ M ജയേന്ദ്രൻ ആദ്യമായി സംഗീത സംവിധാന രംഗത്തേക്ക് വരുമ്പോൾ അന്ന് എൻ്റെ 100ാമത്തെ ആൽബമായിരുന്നു. മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ ഒരു പാട്ട് എഴുതാനായിട്ട് ഞാൻ കൊച്ചിയിൽ വിളിക്കുകയും അച്ഛനൊരു 1 മണിക്കൂർ കൊണ്ട് പാട്ട് എഴുതി പോകാൻ വേണ്ടി വിചാരിച്ച് വന്നതാണ്. അച്ഛൻ 2 ദിവസം അവിടെ കൊച്ചിയിലുള്ള ഒരു ഹോട്ടലിൽ താമസിച്ച് M ജയേന്ദ്രനുമായിട്ട് ഒന്നിച്ചിരുന്ന് എഴുതിയ പാട്ടാണ് ഇന്ന് ലോകമെമ്പാടും പാടുന്ന മേലെ മാനത്തെ ഈശോയെ. അങ്ങനെ നിരവധി അനവധി മുല്ലപ്പൂവിൻ്റെ കവിളിൽ തലോടാം ഒരുപാട് ഗാനങ്ങൾ അച്ഛനായിട്ട് കൂടിച്ചേർന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ അവസാന സമയത്ത് വരെ അച്ഛനെ പാട്ട് എഴുതുന്നത് വളരെ സിൻസിയറായിട്ട് ആ പാട്ട് എഴുതി കഴിഞ്ഞ് തന്നു കഴിഞ്ഞ ശേഷം പാടിക്കഴിഞ്ഞ ശേഷം മിക്സ് ചെയ്തതിന് ശേഷം എല്ലാത്തെയും മേഖലകളിലും എല്ലാം അച്ഛൻ്റെ ഒരു സാന്നിധ്യവും അന്വേഷണവും എപ്പോഴും ഉണ്ട്. അത് ആ പാട്ടിനോടുള്ള അച്ഛൻ്റെ ഡെഡിക്കേഷനാണ്. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ എഴുതിയ തിരുനാമകീർത്തനം പാടാത്ത നാവുകളില്ല. ആത്മാവിനാഴങ്ങളിൽ ആരാധിച്ചിടാം എത്രയോ പാട്ടുകൾ, തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ അനേക കാര്യങ്ങളാണ്. അപ്പോൾ അച്ഛൻ്റെ ആത്മാവിനെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി ഓർമ്മകളുണ്ട്. നന്ദി.